പൈൽസ് അഥവാ മൂലക്കുരു പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. മിക്കവരും മടി കാരണം ഇത് തുറന്നു പറയാറില്ല. പൈൽസിന്റെ കാരണങ്ങളും അതിന്റെ ലക്ഷണങ്ങളും, പൈൽസിന്റെ അതികഠിനമായ വേദനയും പുകച്ചിലും, അതുപോലെ തന്നെ പൈൽസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സും, പൈൽസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഏതാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈൽസ്, ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു, ഇത് നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാവുന്ന രക്തധമനികളുടെ ഒരു തടിപ്പിനെയാണ് നമ്മൾ ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു തടിപ്പ് ഉണ്ടാവാൻ പല കാരണങ്ങളുമുണ്ട്. പാരമ്പര്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വരാവുന്നതാണ്. എക്സസൈസ് അഥവാ വ്യായാമക്കുറവുള്ളവർക്കും ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. അമിതവണ്ണമുള്ളവരിലും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലും ഒക്കെ ഈ ഒരു പൈൽസിന്റെ പ്രോബ്ലംസ് വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മലബന്ധത്തിന്റെ പ്രോബ്ലംസ് ഉള്ളവരിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വേദനയും, മലം പാസ് ചെയ്തതിനു ശേഷം ബ്ലീഡിങ് വരികയും, അതുപോലെ തന്നെ മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് അമിതമായിട്ടുള്ള പുകച്ചിലും ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടുക, മലം പാസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെയാണ് പൈൽസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മോഷൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബ്ലീഡിങ്ങും നമുക്ക് പൈൽസ് ആണെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുകയില്ല. മിക്കവരും ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും അത് പൈൽസ് ആണെന്ന് വിചാരിച്ച് പല ഒറ്റമൂലികളും അതുപോലെ തന്നെ പല മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പല ഓയിൻമെന്റ്സും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളത് പൈൽസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം മൂലമാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. സോ പൈൽസ് കൂടാതെ ഫിഷർ എന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് ഇത്തരം ഒരു മോഷൻ പാസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ബ്ലീഡിങ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ വശങ്ങളിലായിട്ടുണ്ടാകുന്ന ഒരു വിണ്ടുകീറലാണ്. സോ ഇതും നമുക്ക് അമിതമായിട്ടുള്ള മലബന്ധം മൂലം നമുക്ക് വരുന്നതാണ്. നമുക്ക് അമിതമായിട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് മോഷൻ ഹാർഡ് ആണെങ്കിൽ ആ മലദ്വാരത്തിന്റെ വശങ്ങളിൽ അമിതമായിട്ടുള്ള പ്രഷർ പോയതിനു ശേഷം അവിടെ ഒരു വിണ്ടുകീറൽ പോലെ നമുക്ക് അനുഭവപ്പെടുകയും അതിനുശേഷം അമിതമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ കുത്തുന്ന പോലത്തെ വേദനയും ബ്ലീഡിങ്ങും നമുക്ക് ഈ ഒരു ഫിഷർ മൂലം അനുഭവപ്പെടാറുണ്ട്. പൈൽസിന്റെ ഇഷ്യൂസിൽ നമുക്ക് ഈ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രക്തധമനികളുടെ തടിപ്പ് മൂലമാണ് നമുക്ക് ഈ പൈൽസിന്റെ പ്രോബ്ലംസ് വരുന്നത്. അത് ഇന്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. സോ നമ്മളൊരു ഡോക്ടറെ കണ്ട് നമുക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും അല്ല എന്നും ഏത് കണ്ടീഷൻ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. വീട്ടിൽ തന്നെ പല കാര്യങ്ങളിലൂടെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പൈൽസിന്റെ പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. സോ പൈൽസിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ആണ്. സോ ആ ഒരു മലബന്ധം കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. സോ മലബന്ധത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടു നോക്കൂ. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് നമ്മൾ ഉൾപ്പെടുത്തുക. നാരുകൾ അടങ്ങിയ വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക. നമ്മുടെ ഇലക്കറികളിലും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിലും ബീൻസിലും അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, അങ്ങനത്തെ പല വിധത്തിലും നമുക്ക് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓറഞ്ച്, മുസമ്പി, പപ്പായ, മാങ്ങ, അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ കഴിക്കാവുന്നതാണ്, കിവി കഴിക്കാവുന്നതാണ്, വാഴപ്പഴങ്ങൾ, എല്ലാ ചെറിയ പഴങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന നമ്മൾ കുടിക്കേണ്ടതാണ്. മോഷൻ കട്ടിയാകുന്നത് മൂലം നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള വേദനയും ബ്ലീഡിങ്ങും ഒക്കെ നമുക്ക് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് നമ്മൾ കുടിക്കുക. ഇത് കൂടാതെ തന്നെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരു 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മൾ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അമിതമായിട്ടുള്ള മോഷൻ ഹാർഡ് ആകുന്നതും വേദന ഉള്ളതും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. മോഷൻ ഈസി ആയിട്ട് പോകാനും നമ്മളത് വളരെയധികം സഹായിക്കുന്നതാണ്. എപ്പോഴും നമ്മളൊരു കറക്റ്റ് സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അധിക നേരം നമ്മൾ
ടോയ്ലറ്റിൽ പോകാൻ ടെൻഡൻസി തോന്നുവാണെങ്കിൽ നമ്മൾ അധികം നേരം പിടിച്ചു വെക്കാതെ കറക്റ്റ് സമയത്ത് നമ്മൾ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ അധിക നേരം നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രഷർ നമ്മുടെ ആ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ബ്ലീഡിങ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫിഷർ ആണെങ്കിലും ഫിസ്റ്റുല ഒക്കെ ആണെങ്കിലും ആ ഒരു കണ്ടീഷൻ ഈ ഒരു അമിതമായിട്ട് നമ്മൾ മുക്കുന്നത് മൂലം നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് കൂടുതൽ വേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പൈൽസിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ പ്രോബ്ലംസ് വളരെയധികം വേദനയൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കോഴിയിറച്ചി കൂട്ടുമ്പോഴും അതുപോലെ തന്നെ കോഴിയുടെ മുട്ട കൂട്ടുമ്പോഴും അധികം എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്തും വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്തും ഈ ഒരു പൈൽസിന്റെ പ്രോബ്ലംസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അമിതമായിട്ടുള്ള വേദന ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കുറച്ച് ദിവസങ്ങളിലേക്ക്. മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദിവസേന ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമ്മൾ ഒന്നെങ്കിൽ നടക്കുക അല്ലെങ്കിൽ മറ്റു എക്സസൈസുകളോ വ്യായാമമോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുന്നതൊക്കെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനും പല ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് കുറയ്ക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അമിതമായിട്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിലും അതും കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. മോഷൻ പാസ് ചെയ്തിട്ട് അമിതമായിട്ടുള്ള വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ആ ഭാഗത്ത് നമുക്ക് മോഷൻ പാസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കഴുകുന്നതും വളരെയധികം വേദന കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അമിതമായിട്ടുള്ള വേദനയും പുകച്ചിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ വേദന പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്വിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബേസനിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഇളം ചൂടുവെള്ളം എടുത്തതിന് ശേഷം ഒരു 2-3 സ്പൂൺ കല്ലുപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഇരിക്കുക. ഇതൊരു ദിവസം 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള വേദനയും പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ദിവസേന 2-3 പ്രാവശ്യം നമുക്ക് ഇതിലിരിക്കുന്നതും നമുക്ക് ഈ പൈൽസിന്റെ അതികഠിനമായിട്ടുള്ള വേദനയും പുകച്ചിലും ഒക്കെ മാറ്റാൻ നമുക്ക് വളരെയധികം സഹായകരമാണ്. ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടും അതികഠിനമായിട്ടുള്ള വേദനയും അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങും വേദനയും ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് ഫിഷർ മൂലമാണോ അല്ലെങ്കിൽ പൈൽസ് മൂലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഹോമിയോപ്പതിയിലും നമുക്ക് ഈ ഒരു പൈൽസിന്റെ അഥവാ ഫിഷറിന്റെ പ്രോബ്ലംസിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ നെക്സോമിക്ക, ലോസോക്രോട്ടിന, അലൂമിന, അതുപോലെ തന്നെ റെറ്റാനിയ, നൈട്രിക് ആസിഡ്, അങ്ങനെ പല മെഡിസിൻസും നമ്മുടെ ഓരോ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ശരീരപ്രകൃതി നോക്കിയിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് കൊടുക്കുന്നത്. സോ ആ മെഡിസിൻസ് തുടർച്ചയായിട്ട് കുറച്ചു നാൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പൈൽസിന്റെ പ്രോബ്ലംസും വേദനയും ബ്ലീഡിങ്ങും തടിപ്പും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മടിയും കൂടാതെ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മെഡിസിൻസ് എടുക്കേണ്ടതാണ്. കൂടുതൽ കണ്ടീഷൻ വേഴ്സ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മെഡിസിൻസ് എടുക്കുവാണെങ്കിൽ കുറച്ച് നാൾ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പൈൽസിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.